ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബോ ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ തലയിലിരിക്കുന്ന ഈ ഒരു ഹെയർ ബോ ശ്രദ്ധിച്ചു, ഭയങ്കര സിമ്പിൾ അല്ല, കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബോ ആണിത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വേഗം ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഹെയർ ബോ ആണ്. ഇത് നമുക്ക് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരെണ്ണത്തിന് 7 രൂപ 10 രൂപ അത്രയൊക്കെ വെച്ചാണ്. അപ്പോൾ ഇത് സെറ്റായിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഇതുപോലൊരു പശ എടുക്കുന്നുണ്ട്. അപ്പം നല്ല ഗ്ലൂ നോക്കി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ഗ്ലൂ ആണ്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ആണെങ്കിൽ ഫെവിക്കോൾ എനിക്ക് തോന്നുന്നു അത്രയും ഒട്ടത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഗ്ലൂ ഗണ്ണ് ചിലതൊക്കെ നല്ല രീതിയിൽ ഒട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ലേസാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ലേസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഈ ഒരു ലേസ് കണ്ടപ്പോൾ എനിക്ക് ഇതിങ്ങനെ നമ്മൾ ഈ എന്താണ് ഷോളിനൊക്കെ അരികെ തയ്ക്കുന്ന, സാരിക്കൊക്കെ തയ്ക്കുന്ന ആ ഒരു ലേസാട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ ഒട്ടിച്ച്, ഒരു സൈഡിലും അതുപോലത്തെ സംഭവം തന്നെ, അത് തന്നെ ബാക്ക് സൈഡിലും ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആട്ടോ ചെയ്യുന്നത്. എൻ്റെ ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പം നല്ല രീതിയിൽ പശ ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ഇളകിപ്പോകും. അപ്പം മാക്സിമം നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സൈഡിലും നമ്മൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വലിയ ഹാൻഡ് വർക്ക് ഇല്ലാത്ത ഹെയർ ബോസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 40, 45, 50 അത്രയും റേറ്റിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മുടെ ഇപ്പം ഈ ഹാൻഡ് വർക്കുള്ള ഈ പൂക്കളൊക്കെ വെച്ചതൊക്കെ ആണെങ്കിൽ നമുക്കത് കുറച്ച് ഹാൻഡ് വർക്ക് കൂടിയതുകൊണ്ടാണ് നമ്മൾ അത്രയും റേറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ടിയാര പോലത്തെ ആ സംഭവത്തിനുമൊക്കെ ആ ഒരു ബീഡ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഫിക്സ്ഡ് റേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും റേറ്റിന് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇപ്പം നമ്മൾ എന്തായാലും നമ്മൾ മെനക്കെട്ടിരുന്ന് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ആ ഒരു റിസൾട്ട് കൂടെ നമുക്ക് കിട്ടണമല്ലോ. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 സൈഡും ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ഹെയർ ബോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ മുത്തുകൾ ഒട്ടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വേറൊരു ഡിസൈനിലേക്ക് പോകാമെന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് നോക്കാം. അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒരു സെറ്റ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഹെയർ ബോ ഇവിടെ സിമ്പിളായിട്ടുള്ള ഹെയർ ബോ ആട്ടോ. സിമ്പിളായിട്ടുള്ള ഹെയർ ബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പിന്നെന്താണ്, അപ്പം നമുക്ക് സ്കൂളിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ നല്ലൊരു ഹെയർ ബോ ആണ്. നമുക്കാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള കളറിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലേസ് ഞാൻ വാങ്ങിച്ചതും മോട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റോറിയിൽ നിന്നാട്ടോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you.